നമസ്കാരം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളത് വിട്ടുകളയുക. ഇവിടെ 3 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. ബോട്ടം വന്നത് 5 ഓഫ് സോർഡ്സ്, King of Wands, The Moon, Page of Wands. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് കിങ് ഓഫ് വാൻഡ്സ് കാർഡാണ്. ഈ കാർഡ് പറയുന്നത് അവർ നിങ്ങളെ ഇപ്പോൾ കാണുന്നത് വളരെ ശക്തമായ സ്വന്തം കാലിൽ നിൽക്കുന്ന ആകർഷകത്വമുള്ള ഒരു വ്യക്തിയായിട്ടാണ്. മുൻപ് നിങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയൊരു മാറ്റം അല്ലെങ്കിൽ പവർ ഇപ്പോൾ നിങ്ങളിൽ അവർ കാണുന്നുണ്ട്. നിങ്ങളുടെ പുതിയ ഭാവം അവരെ വല്ലാതെ ആകർഷിക്കുന്നുമുണ്ട്. ഇത് മൂൺ കാർഡാണ്. ഈ കാർഡ് പറയുന്നത് അവരുടെ മനസ്സ് ഇപ്പോൾ ഒട്ടും ശാന്തമല്ല എന്നാണ്. നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവർക്ക് വലിയ ആശയക്കുഴപ്പമുണ്ട് എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ അവരെ പൂർണ്ണമായും ഒഴിവാക്കിയോ, നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള ചിന്തകൾ അവരെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഒരു പക്ഷേ രാത്രി കാലങ്ങളിൽ അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ആകുലപ്പെടുന്നുണ്ട്. ഈ കാർഡ് പേജ് ഓഫ് വാൻഡ്സ് കാർഡാണ്. ഈ കാർഡ് പറയുന്നത് നിങ്ങളോട് സംസാരിക്കാൻ അവർക്കുള്ളിൽ വലിയ ആഗ്രഹമുണ്ട് എന്നാണ്. ഒരു മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ വിഷയം സംസാരിച്ച് തുടങ്ങാനോ അവർ ആലോചിക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് അനുകൂലമായ ഒരു മറുപടി ലഭിക്കുമോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അവരിലുണ്ട്. ഒരു പുതിയ തുടക്കത്തിനുള്ള വഴി അവർ തിരയുകയാണ്. നമുക്ക് ബോട്ടമായി കിട്ടിയത് 5 ഓഫ് സോർഡ്സ് കാർഡാണ്. ഈ കാർഡ് പറയുന്നത് ഈ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തെയാണ് കാണിക്കുന്നത്. മുൻപ് നിങ്ങൾ തമ്മിലുണ്ടായ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ സംസാരിക്കാതെ ഇരുന്നതോ അവരെ മാനസികമായി വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ആ പ്രശ്നത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നതിനേക്കാൾ ആ തർക്കം കാരണം ഉണ്ടായ അകൽച്ച ഓർത്ത് അവർ ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പഴയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആശയക്കുഴപ്പത്തിലും ഭയത്തിലുമാണെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ ആത്മവിശ്വാസവും നിലപാടും അവരെ ആകർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരു പുതിയ സന്ദേശവുമായി വരാൻ അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇതാണ് കാർഡുകൾ വഴി പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.